വീട്ടിൽ ഏത്തപ്പഴമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഈ സമയം മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നെയ്യ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് കൊടുക്കണം. ഇനി ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് 2 മുട്ടയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം അത് മാറ്റിയിട്ട് ഏത്തപ്പഴം തോല് കളഞ്ഞെടുക്കണം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ സേവനാഴിയിൽ വലിയ അച്ചിട്ടിട്ട് ഏത്തപ്പഴം ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിക്സി എടുക്കണ്ടേ, ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഒരേപോലത്തെ ബോൾസാക്കി മാറ്റിയിട്ട് ഓരോ ബോളും എടുത്ത് ഒന്ന് പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഉന്നക്കായയുടെ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചു ഇട്ടെടുക്കുമ്പോൾ നമ്മളുടെ അടിപൊളി ഉന്നക്കായ റെഡിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.